രാഷ്ട്രീയ സ്വയംസേവക സംഘം വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന ഘോഷ് സഞ്ചലനത്തിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയംസേവക് സംഘം തിരുവനന്തപുരം മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഘോഷ് സഞ്ചലനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന്, അതായത് അമ്പലമുക്കിലെ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള സഞ്ചലനം കവടിയാർ വിവേകാനന്ദ സ്ക്വയറിന് മുന്നിൽ സമാപിക്കും. നമുക്കറിയാം, അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സഞ്ചലനം. അവിടെ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും വിവേകാനന്ദ അനുസ്മരണവും ഉണ്ടാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. തത്സമയ സംപ്രേഷണത്തിലേക്ക് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എവിടെ എത്തി പഥസഞ്ചലനം? ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത് കവടിയാർ സ്ക്വയറിലേക്ക് അടുക്കുന്നു എന്നാണ്, അല്ലേ രോഹിണി? അതെ, പേരൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കവടിയാർ സ്ക്വയറിലേക്കുള്ള ഘോഷ് സഞ്ചലനം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അടുത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുന്നു. കവടിയാർ സ്ക്വയറിൽ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ എത്തിച്ചേർന്നതിന് ശേഷം പുഷ്പാർച്ചന ഉണ്ടാകും. തുടർന്ന് വിവേകാനന്ദ അനുസ്മരണവും ഉണ്ടാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. എന്തായാലും നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. എന്ന് പറഞ്ഞു. ഹലോ
ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, എന്തായി കവടിയാറിലെ സ്വാമി വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിലെ കാര്യങ്ങൾ? പുഷ്പാർച്ചനയും അനുസ്മരണവും തുടങ്ങാറായോ? ഘോഷസഞ്ചലനം സമാപിച്ചോ? പ്രദീപ്, അല്പസമയത്തിനുള്ളിൽ പുഷ്പാർച്ചന, വിവേകാനന്ദ പ്രതിമയിൽ പുഷ്പാർച്ചന നടക്കും. പുഷ്പാർച്ചനയോടുകൂടി തന്നെ ഈ സഞ്ചലനം സമാപിക്കുകയും ചെയ്യും. വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് ദേശീയ യുവജനദിനം ആയിട്ട് ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ RSS തിരുവനന്തപുരം മഹാനഗരത്തിന്റെ നേതൃത്വത്തിൽ ഈ ഘോഷ് സഞ്ചലനം നടത്തിയത്. ഘോഷ് വിഭാഗം മാത്രമാണ് ഈ സഞ്ചലനത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് തന്നെ പേരൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നാണ് സഞ്ചലനം ആരംഭിച്ചത്. തുടർന്ന് വിവേകാനന്ദ സ്ക്വയറിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുഷ്പാർച്ചന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ദേശീയ യുവജനദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിൽ. ശ്രീ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി, അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും എന്നാണ് അറിയുന്നത്.